അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് ഇല്ലസ്ട്രേഷനിലേക്ക് പോവാം. ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. താഴെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് പറയുന്നുണ്ട്. തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് കേട്ടോ. 2018-19 6 lakh ആണ്. അതിനകത്ത് എന്താ പറയുന്നത്? 10,000 ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാറില്ല. അപ്പൊ അതെന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യേണ്ടി വരും. However, an additional amount of 50,000 per month per annum shall be required to spend the smooth running of business. അല്ലെ, സ്മൂത്ത് റണ്ണിങ് ബിസിനസിന് വേണ്ടിയിട്ട് ഒരു 50,000 രൂപയും കൂടി അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ആവശ്യമായി വരുന്നു എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ കുറെ അസറ്റിന്റെ ഒക്കെ പുതിയ വാല്യൂ പറയുന്നുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പുതിയ വാല്യൂ, പിന്നെ എന്താ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പുതിയ വാല്യൂ ഒക്കെ പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ 40,000 കൺസിഡർ ചെയ്യേണ്ടി വരും. 50% ഇൻകം ടാക്സ് ചെയ്യണം. 20% ആണ് നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞ എങ്ങനെയാണ്? ഫോർ ദി പർപ്പസ് ഓഫ് ഡിറ്റർമിനിങ് ദ റേറ്റ് ഓഫ് റിട്ടേൺ പ്രോഫിറ്റ് ഫോർ ദിസ് ഇയർ ആഫ്റ്റർ അഫോർസെറ്റ് അഡ്ജസ്റ്റ്മെന്റ്. മോളിപ്പുറത്തുന്ന അഡ്ജസ്റ്റ്മെന്റ്സിന് ശേഷം എന്ത് ചെയ്യണം? നാം എക്സ്പെക്ടഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും ആവറേജ് ട്രേഡിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ ബി കൺസിഡർ ഓൺ ദി ബേസിസ് ഓഫ് ദി പൊസിഷൻ ഓഫ് ദിസ് ഇയർ 4-year പർച്ചേസ് ഓഫ് ദി ഇവിടെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ എഴുതിയിരിക്കുന്നത് കേട്ടോ. 4-year പർച്ചേസ് ഓഫ് ദ സൂപ്പർ പ്രോഫിറ്റ് സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാ പറഞ്ഞാൽ 4-year പർച്ചേസ്, അതാണ് ഗുഡ് വിൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പ്രോഫിറ്റിനെ ഒന്ന് കറക്റ്റ് ചെയ്യണം. പ്രോഫിറ്റിനെ കറക്റ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചേക്കുന്നത്? അവർ തന്നിരിക്കുന്ന പ്രോഫിറ്റ് 6 lakh ആണ്. അതിൽ നോൺ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഗുഡ് വില്ല് കണ്ടുപിടിക്കുമ്പോൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. അപ്പൊ അതും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ 10,000 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഒരു 50,000 സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും വേണ്ടി വരുന്നു, അല്ല റെക്കറിങ് എക്സ്പെൻസ് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടി എന്ത് ചെയ്യേണ്ടി വരും? ലെസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ മൊത്തം 5,40,000 ആയിട്ട് മാറും. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരു ഡിപ്രീസിയേഷൻ 40,000 പറഞ്ഞിട്ടുണ്ടല്ലോ, അതും കൂടി മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് എത്രയായി മാറി? 5 lakh ആയിട്ട് മാറി. പക്ഷെ ഡിപ്രീസിയേഷൻ ഒരിക്കലും ഇൻകം ടാക്സിന് വേണ്ടി അഡീഷണൽ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് മുമ്പത്തെ എമൗണ്ടിനാണ് ഇൻകം ടാക്സ് കണ്ടുപിടിക്കേണ്ടത്. എന്താ 5,40,000 50% ആണ് ഇൻകം ടാക്സ് ആയിട്ട് പോകുന്നത്. അപ്പൊ 5,40,000 50% എന്ന് പറയുമ്പോൾ 2,70,000. അപ്പൊ നമുക്കിപ്പോ കിട്ടിയ പ്രോഫിറ്റ് എത്രയാണ്? 5 lakh അല്ലേ? ആ 5 lakhിൽ നിന്ന് ഇൻകം ടാക്സ് 5 lakhന്റെ പകുതി അല്ല കേട്ടാ. ഇൻകം ടാക്സ് ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നതിന് മുമ്പുള്ള ലാഭമാണ് ഇൻകം ടാക്സിന് വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അപ്പൊ 5,40,000 50% ആണ് ഇൻകം ടാക്സും കൂടി പോയത്. ബാക്കി ഇൻകം ടാക്സ് 2,70,000 കൂടി പോയാൽ നമ്മുടെ പ്രോഫിറ്റ് എത്രയായി മാറി? 2,30,000 ആയി. പ്രോഫിറ്റ് 2,30,000. ഇനി നമ്മുടെ അസറ്റ്സ് കണ്ടുപിടിക്കാം. എല്ലാ അസറ്റ്സിന്റെയും പുതിയ വാല്യൂ എടുക്കാൻ പോവാ കേട്ടോ. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ പുതിയ വാല്യൂ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ പുതിയ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഒക്കെ പഴയ വാല്യൂ തന്നെ, ഡെറ്റർ പഴയ വാല്യൂ തന്നെ, ക്യാഷ് പഴയ വാല്യൂ തന്നെ. അപ്പൊ ഇതെല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 23 lakh. അതിൽ നിന്ന് നമ്മുടെ ലൈബിലിറ്റി 3 lakh കൂടി കുറച്ചു, സൺഡ്രി ക്രെഡിറ്റർ കുറച്ചു. ഇതായിരിക്കും അപ്പൊ നമ്മളുടെ ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെ. ഈ ക്യാപിറ്റൽ എംപ്ലോയിഡിനോട് കൂടി നമ്മുടെ പ്രോഫിറ്റിന്റെ പകുതി കൂടി എന്ത് ചെയ്യേണ്ടി വരും? മൈനസ് ചെയ്യണ്ടേ? ഇപ്പൊ 2,30,000 ആണ് പ്രോഫിറ്റ്, അതിന്റെ പകുതി കൂടി 2,30,000 പകുതി കൂടി മൈനസ് ചെയ്യുമ്പോൾ 1,15,000 മൈനസ് ചെയ്യുമ്പോൾ 18,85,000. ഇതാണ് അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെ. ആവറേജ് ട്രേഡിംഗ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി 18,85,000. ഇനി സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 18,85,000ന്റെ 10% ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് പറയുന്നത്. The normal rate of return of capital employed is given to be 20% before tax and the tax rate is 50%. അവര് 20% നോർമൽ റേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അത് ബിഫോർ ടാക്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ പകുതി ഇൻകം ടാക്സും കൂടി പോയില്ലേ. 10 പോയാൽ ബാക്കി നമ്മുടെ യഥാർത്ഥ ലാഭം എന്ന് പറഞ്ഞാൽ 10%. അപ്പൊ
അതുകൊണ്ടാണ് ഒരു 10%, 20 എന്ന് പറഞ്ഞിട്ട് 10 എടുത്തത്. അപ്പോൾ ഇപ്പൊ കിട്ടിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 18,85,000 അല്ലേ, അതിന്റെ 10% നമ്മൾ ലാഭം പ്രതീക്ഷിക്കുന്നു. എത്ര പ്രതീക്ഷിച്ച ലാഭം? 1,88,500. പക്ഷെ നമുക്ക് കിട്ടിയ ലാഭം എത്രയാണ്? 2,30,000. നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. നമുക്ക് ഇപ്പൊ ആക്ച്വലി ഉണ്ടായ ലാഭം എന്ന് പറയുന്നത് 2,30,000 ആണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ലാഭം എത്രയാണ്? 1,88,500 ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ ഡിഫറൻസ് എത്രയാണ്? 41,500. അപ്പൊ 41,500 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി അതിന്റെ 4 ഇയർ പർച്ചേസ് എന്നല്ലേ പറഞ്ഞേക്കണേ ഗുഡ്വില്ല്. അപ്പൊ അതിനെ 4 കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,66,000 ആണ് ഗുഡ്വിൽ. ഗുഡ്വിൽ ഈസ് 1,66,000. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ആനുവിറ്റി മെത്തേഡ്. This method is similar to that of super profit method. Expect that super profit when arrived, it is not multiplied by a figure representing a certain number of year purchase. Such a super profit, the value of goodwill is calculated by finding the present worth. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ 5 വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 വെച്ചല്ലേ സൂപ്പർ പ്രോഫിറ്റിൽ മൾട്ടിപ്ലൈ ചെയ്തത്. 10 വർഷത്തെ പ്രോഫിറ്റ് ആണെങ്കിൽ 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ ഇവിടെ അതിന് പകരം ഒരു ആനുവിറ്റി ടേബിൾ വെച്ചുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് കൊണ്ടിട്ട് നമ്മൾ ആ കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂവിനെയാണ് സൂപ്പർ പ്രോഫിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മയുണ്ടോന്നോ അറിയില്ല, ഞാൻ നോക്കട്ടെ, എടുത്ത് കാണിച്ചു തരാം. എ ബി സി എന്ന് പറഞ്ഞ 3 പ്രോബ്ലം ചെയ്തില്ലേ, 4ാമത്തെയാണ്. കണ്ടാ 5 വർഷത്തേന് 10% റിട്ടേൺ ആണെങ്കിൽ 3.78 കിട്ടിയ ഈ 3.78 കിട്ടുന്ന ഇക്വേഷൻ ആണ് നമ്മളെ കണ്ടത്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എക്സാമിന്റെ സമയത്ത് ഇതുപോലെ ആനുവിറ്റിയുടെ ആ ഒരു വാല്യൂ കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആനുവിറ്റി ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ആനുവിറ്റി ടേബിൾ അവൈലബിൾ ആണ്, പക്ഷേ എക്സാമിന്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഈ വാല്യൂ തരികയാണ് ചെയ്യുന്നത്. ഇനി ആ ആനുവിറ്റി ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ഇക്വേഷൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഇപ്പൊ നമ്മളിവിടെ ചെയ്തതല്ലേ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സൂപ്പർ പ്രോഫിറ്റിന് 5 വെച്ചിട്ടാണ് 1,07,700 into 5 ആണ് സൂപ്പർ പ്രോഫിറ്റ് into 5 ഇയർ പർച്ചേസ് എന്ന് പറഞ്ഞത്. അടുത്തതിൽ 1,07,700 into 3.78 ആയി മാറി. കണ്ട ആ 3.78 ആനുവിറ്റി ടേബിളിന്റെ വാല്യൂ ആണ്. അത് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ. അത്രയേ ഉള്ളൂ ഈ ആനുവിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുകൊണ്ട് പിന്നീട് അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഇല്ല. Then 6th one, last of the problem. ഇവിടെ നമുക്ക് ഒരു പ്രോഫിറ്റ്, രണ്ടാമത്തെ പ്രോഫിറ്റ്, മൂന്നാമത്തെ പ്രോഫിറ്റ് അല്ലേ. 16-17 ഒരു പ്രോഫിറ്റ് ഉണ്ട്, 17-18 ഒരു പ്രോഫിറ്റ് ഉണ്ട്, 18-19 പ്രോഫിറ്റ് ഉണ്ട്. എന്നിട്ട് അടുത്ത അവർ പറയുന്നത് എന്താണ്? നോർമൽ റേറ്റ് 10% ആണ്. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ഓൾറെഡി തന്നിട്ടുണ്ട് കേട്ടോ, 12 lakh എന്നുണ്ട്. പിന്നെ ആനുവിറ്റി, ഇവിടെ ആനുവിറ്റി തന്നിട്ടുണ്ട് കേട്ടോ, 3.78. പിന്നെ എന്താണ് പറയുന്നത്? നോൺ റെക്കറിങ് ഒരു ഇൻക്ലൂഡഡ് നോൺ റെക്കറിങ് പ്രോഫിറ്റ് 3,000 ഉണ്ടെന്ന്. അപ്പൊ നോൺ റെക്കറിങ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതും കൂടി ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. എന്നിട്ട് ആനുവിറ്റി മെത്തേഡ് ആനുവിറ്റി മെത്തേഡും ചെയ്യണം, ബി ക്യാപിറ്റലൈസേഷൻ മെത്തേഡും ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പ്രോഫിറ്റിന്റെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇപ്പൊ തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് എല്ലാം കൂടി 3 കൂടി കൂട്ടിയിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2,20,000 എന്ന് കിട്ടും. അതിൽ നിന്ന് റെക്കറിങ് ഇൻകം മൈനസ് ചെയ്യുക. അപ്പോൾ 2,17,000 എന്നാണ് നമ്മുടെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കിട്ടിയത്. ഇനി അതിന്റെ ഹാഫ് കാണിക്കണ്ടേ? ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ട 12 lakh ഉള്ള ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതിൽ നിന്ന് ഹാഫ് ഓഫ് പ്രോഫിറ്റ് മൈനസ് ചെയ്യണ്ടേ? ഈ ഹാഫ് ഓഫ് പ്രോഫിറ്റ് മൈനസ് ചെയ്യുമ്പോൾ ഒറിജിനൽ പ്രോഫിറ്റിന്റെ തന്നെ ഹാഫ് എടുത്താൽ മതി കേട്ടോ. 2 lakh ആവറേജ് പ്രോഫിറ്റ്. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് 2,20,000 ആണ്. അതിന്റെ പകുതിയാണ് 1,10,000.
1,10,000. അതിൽ നിന്ന് 3,000 രൂപ എക്സ്പെൻസ് കൂടി മൈനസ് ചെയ്യുമ്പോൾ 1,17,000 ആവും. അല്ല സോറി 1,07,000. കണ്ട അങ്ങനെ ക്യാപിറ്റൽ എംപ്ലോയിഡ് 12 ലക്ഷത്തിൽ നിന്ന് 1,07,000 പോയാൽ ബാക്കിയുള്ളത് 10,93,000. ഇതാണ് എന്തെന്ന് കിട്ടിയേക്കുന്നത്, ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. ഇനി നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ 10% ഉള്ളോ, ഇതിന്റെ 10% അപ്പൊ എത്ര കിട്ടി? 1,09,300 എന്ന് കിട്ടി. ഇനി സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, നമുക്ക് കിട്ടിയ യഥാർത്ഥ പ്രോഫിറ്റ് 2,17,000 അല്ലേ. ഇപ്പൊ നമ്മൾ ആവറേജ് കണ്ടുപിടിച്ചു അഡ്ജസ്റ്റഡ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് 1,09,300 ആണ് പ്രതീക്ഷിച്ചത്. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസം 1,07,700 ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഉണ്ടാ സൂപ്പർ പ്രോഫിറ്റ് കിട്ടി. ഇനി ആ സൂപ്പർ പ്രോഫിറ്റിനെ ആനുവിറ്റിയുടെ ഇത് വെച്ച് മൾട്ടിപ്ലൈ, ആനുവിറ്റി 3.78 അല്ലേ, 3.78 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് മെത്തേഡിലൂടെ ഗുഡ് വില്ല് കിട്ടി? ആനുവിറ്റി മെത്തേഡ്. ആനുവിറ്റി മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റിനെ 3.78 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഗുഡ് വില്ല് ഓക്കെ ആയി. ആദ്യത്തെ ഗുഡ് വില്ല് എ എന്ന് പറഞ്ഞ മെത്തേഡിലനുസരിച്ച് വെച്ച ഗുഡ് വില്ല് കറക്റ്റ് ആയി. ഇനി അടുത്തതാണ് ക്യാപിറ്റലൈസേഷൻ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ മെത്തേഡാണ്. അവിടെ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. അതായത് കിട്ടിയ സൂപ്പർ പ്രോഫിറ്റിനെ റേറ്റ് ഓഫ് റിട്ടേൺ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ഉണ്ടാ. അപ്പൊ ഗുഡ് വില്ല് ഡയറക്റ്റ് കിട്ടിക്കോളും. 1,07,700 ആണ് നമ്മളെ നോർമൽ റേറ്റ് 10% ആയതുകൊണ്ട് റെസിപ്രോക്കൽ 100/10 ഉണ്ടാ. ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 10,77,700 ആണ് കിട്ടുന്നത്. ഇത് നമ്മളെ കഴിഞ്ഞ ദിവസം വേറൊരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അഡ്ജസ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് ബൈ നോർമൽ റേറ്റ് ഇൻറ്റു 100 എത്രയായിരിക്കും? 2,17,000 ഉള്ള അഡ്ജസ്റ്റഡ് ബൈ 10/100 എന്ന് പറയുമ്പോൾ 21,70,000 രൂപയാണ് ടോട്ടൽ അഡ്ജസ്റ്റഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോ കിട്ടിയ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,93,000 ആണ്. ഉണ്ടാ ഈ രണ്ട് ക്യാപിറ്റൽ നമ്മളുടെ വ്യത്യാസമാണ് 10,77,000 എന്ന് ലഭിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന പ്രോബ്ലം ആണ്. വലിയ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇതോടുകൂടി ഗുഡ് വില്ലിന്റെ മെത്തേഡ് എല്ലാം തീർന്നു. ഇത്രയും മെത്തേഡിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. പക്ഷേ ഇനിയുള്ളതൊക്കെ ഇല്ലസ്ട്രേഷൻ 8 അങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് കൂടിയിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്.